വാലിഡ് പാലിൻഡ്രോം ഇത് നമ്മളെ ബ്ലൈൻഡ് 75 ലിസ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നമ്മൾ ഇതുവരെയായിട്ട് സ്ട്രിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റത്തെ സ്ട്രിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ബേസിക്കലി പ്രോബ്ലം സോൾവിനേക്കാളും കൂടുതൽ എങ്ങനെയാണ് ഇന്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് നമ്മളിത് കോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇതിന്റെ സൊല്യൂഷൻ ഭയങ്കര സിമ്പിൾ ആണ്, ഈസി സൊല്യൂഷൻ ആണ്. അപ്പം ബേസിക്കലി ഇതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക എങ്ങനെ കോഡിങ് ചെയ്യണം എന്നുള്ളതാണ്, അതും ഇന്റർവ്യൂവിൽ. ഓക്കെ, കാരണം ഇതിന് കുറെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെ ഇവിടെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻ എന്താക്കാം. ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രിങ് വന്നിട്ടുണ്ട്. ആ സ്ട്രിങ്ങിൽ ഇപ്പം ഇവിടെ കാണുന്ന പോലെ തന്നെ പല ലെറ്റേഴ്സ് ഉണ്ടാവും, ആൽഫാ ന്യൂമറിക് ക്യാരക്ടേഴ്സ് കാര്യം, നമ്പേഴ്സ് ഉണ്ടാവും, ലെറ്റേഴ്സ് ഉണ്ടാവും, സ്പേസ് വരുന്നുണ്ട്, അതുപോലെ കോമ, ചിലപ്പം ഇതുപോലെ കോളൻ, സെമി കോളൻ എന്തും വരാം. നമ്മളെന്താ കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ ഈ ആവശ്യമില്ലാത്ത ആൽഫ ന്യൂമറിക് ക്യാരക്ടർ അല്ലാത്തതൊക്കെ, അതായത് സ്പേസ്, കോമ, കോളൻ, ഹൈഫൺ എന്ത് വരികയാണ് അതൊക്കെ കളഞ്ഞാണ്ട് ഓൺലി ആൽഫ ന്യൂമറിക് ക്യാരക്ടർ എടുത്തു നോക്കിയാൽ അത് പാലിൻഡ്രോം ആണോ അല്ലേ എന്നാണ് നോക്കുന്നത്. പാലിൻഡ്രോം പറഞ്ഞാൽ എന്താ? പാലിൻഡ്രോം എന്നാണ് ഇപ്പൊ നമുക്കൊരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ് നമ്മൾ നേരെ ഇങ്ങനെ എഴുതിയാലും തല കുത്തനെ എഴുതി കഴിഞ്ഞാലും, അതായത് ഈ എനെ ഇവിടെ ഇട്ട് ബീനെ ഇവിടെ എഴുതി പിന്നെ ഈ എനെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് എഴുതി കഴിച്ചാലും അത് സെയിം സാധനവും അല്ലേ. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ. ഇപ്പൊ മാഡം, ഇത് നമ്മൾ തിരിച്ചിട്ട് വായിച്ചു കഴിഞ്ഞാലും മാഡം തന്നെ കാര്യം അല്ലേ. അപ്പം പക്ഷെ ഇതൊക്കെ ഒരു സിംഗിൾ വേർഡ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ തരുന്നത് വേർഡ് മാത്രമല്ല, ഒരു സെന്റൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു ലോങ് ലൈനാണ്. അപ്പൊ ഇവിടെ നമ്മളിപ്പം ഈ കോമയും സ്പേസും ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രിങ് ഇവിടെ കിട്ടും അല്ലെ. എ മാൻ, എ പ്ലാൻ, എ കനാൽ, പനാമ. അത് തിരിച്ച് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് തിരിച്ചിട്ട സെയിം സാധനം. അതുകൊണ്ട് ഇത് എന്താ ഔട്ട്പുട്ട് ട്രൂ ആണ്. അതേപോലെ ഇപ്പം റേസ് എ കാർ, റേസ് എ കാർ ഇത് തിരിച്ച് എഴുതി കഴിഞ്ഞാൽ എന്താവുക? RACAECAR അല്ലേ. അപ്പം റാക്ക് എ ഇ കാർ എന്നാണുള്ളത്. അപ്പൊ ഇത് ശരിയാവില്ല. പക്ഷെ നമ്മൾ പകരം ഇവിടെ വേറെ സ്ട്രിങ് ആണ്, റേസ് എ ഇ കാർ എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് തിരിച്ചു കഴിഞ്ഞാൽ എന്താവും? ഇതും റേസ് എ ഇ കാർ അല്ലേ. അപ്പം ഇത് ട്രൂ ആവും, പക്ഷെ ഇവിടെ ഇത് തെറ്റാണ്. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് പാലിൻഡ്രോം എന്ന് ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ. പാലിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വായിച്ചാലും ഒരേ ക്യാരക്ടേഴ്സ് വരുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയൊക്കെ? ഇപ്പൊ നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആദ്യം എടുക്കാം. നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ മാഡം അല്ലെ. മാഡം എന്നുള്ളൊരു കേസ് ഉണ്ട്. ഇതിനെന്താണ് നമുക്കൊരു സൊല്യൂഷൻ ഉള്ളത്? നിങ്ങൾ ഇത് ആലോചിച്ച് നോക്ക്, ഇതിന്റെ സൊല്യൂഷൻ എന്താ? ഇതിന്റെ മുന്നേ ഞാൻ മറ്റേ നേരത്തെ സെയിം എക്സാമ്പിൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. അപ്പം റേസ് എ ഇ കാർ എന്നുള്ള സാധനം കേട്ടോ. നമുക്ക് ആദ്യം അത് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് മാഡത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം ആദ്യം റേസ്, സ്പേസിന് പറയാൻ ഹൈഫൺ ഇടാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സുഖത്തിന് എ ഇ പിന്നെ സോറി, സ്പേസിനോട് അണ്ടർ സ്കോർ ഇടുന്ന ഇ കാർ എന്നുള്ളത് ഇവിടെ ഹൈഫൺ ഇട്ടാണ്. ഓക്കെ, റേസ് എ ഇ കാർ. ഓക്കെ, ഇത് നമ്മൾ തിരിച്ച് എഴുതുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്ലീൻ ചെയ്യണം അല്ലെ. ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഹൈഫണ്, അതുപോലെ എന്താ പറയാ, സോറി അണ്ടർ സ്കോർ, ഹൈഫണ്, ഇനിയിപ്പോ സ്പേസ് ആണെങ്കിൽ സ്പേസ് എന്നുള്ളൊരു സാധനം, കോളൻ, കോളൻ അങ്ങനെയുള്ള എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ സ്ട്രിങ്ങിലേക്കാണ്. അതുപോലെ തന്നെ ഇതിന് വേറെ സാധനം കൂടി ചെയ്യണം, ലോവർ കേസിലേക്ക് ആക്കണം. ഓക്കെ, അങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താവും? ഇപ്പം RACE AECAR എന്നാവും അല്ലെ. ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തും. സെയിം ഒരു ഒറ്റ വേർഡായി, സ്പേസ് നമ്മൾ കളഞ്ഞു, ബാക്കിലെല്ലാം കളഞ്ഞു അല്ലെ. അപ്പം ബേസിക്കലി ഇവിടെ ഒരു എക്സ്ട്രാ സാധനം നടക്കുന്നുണ്ട്, ക്ലീനിങ് കാര്യങ്ങളും ലോവർ കേസിലേക്ക് ആക്കാൻ നടക്കുന്നത്. എന്നിട്ട് നമ്മൾ സെയിം വേർഡായി. ഇതേ സാധനം തന്നെയാണ് ഇപ്പം മേലെ പോയി ഇത് ഒരൊറ്റ വേർഡാണ് മാഡം എന്നുള്ളത്, അതുപോലെ റേസക്കാർ. ഓക്കെ, ഇനി ഇതിന് രണ്ടിനും നമ്മൾ പറയാൻ പോകുന്ന സൊല്യൂഷൻ സെയിം തന്നെ. സിമ്പിൾ സൊല്യൂഷൻ ആണ്. അതാ ഞാൻ പറഞ്ഞ കൂൾ കോഡ് നമുക്ക് രണ്ട് പോയിന്റർ യൂസ് ചെയ്യാം അല്ലെ. 2 പോയിന്റർ മെത്തേഡ്, അതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഓക്കെ, 2 പോയിന്റർ. ബേസിക്കലി ഇതൊന്നും അല്ലാതെ വേറെ സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ്? ഇതിപ്പോ ഒരു സ്ട്രിങ് ആണ് വിചാരിക്ക്. സ്ട്രിങ് ഇസ് ഈക്വൽ ടു മാഡം. ഓക്കെ, ഇതാണ് നമ്മളെ സ്ട്രിങ് എന്നുണ്ടെങ്കിൽ നമുക്ക് പൈത്തണിലൊക്കെയാണ് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് സിമ്പിൾ ആയിട്ട് str ഇസ് ഈക്വൽ ടു സ്ട്രിങ് ഓഫ്, പൈത്തണിൽ എങ്ങനെ നമ്മളൊരു സാധനം റിവേഴ്സ് ചെയ്യുക? ഇങ്ങനെ അല്ലേ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താവും? ഇത് തലകുത്തണം. ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ റിട്ടേൺ ചെയ്യുക അല്ലെ. ഇങ്ങനെ ചെയ്യാൻ പറ്റും പൈത്തണിൽ. ഈ സെയിം സാധനം str ഇതാണെന്നുണ്ടെങ്കിൽ ഒക്കെ ആൻസർ കിട്ടും അല്ലെ. ഇതിന് മുന്നേ ഒരു ക്ലീനപ്പ് ഫംഗ്ഷനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അതിൽ ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധനമായി അല്ലെ. രണ്ട് ലൈനിൽ നമുക്ക് കോഡ് ചെയ്ത് തീർക്കാനുള്ളൂ. പക്ഷെ ഇങ്ങനെ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 2 പോയിന്ററിൽ തന്നെ ആലോചിക്കണം. ഓക്കെ, അപ്പം ഇതിന്റെ കോഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കുറച്ച് നേരം കാണിച്ചു തരാം. പക്ഷെ നമുക്ക് ഇപ്പം 2 പോയിന്ററും കൂടി ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഡയറക്ട്ലി കോഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം 2 പോയിന്റർ ഞാൻ ഇപ്പം ഒരു 2 പോയിന്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, L എന്ന് പറഞ്ഞിട്ടുള്ളത്. വേറൊന്ന് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ 6 എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? സിമ്പിൾ ആണ്, രണ്ട് അറ്റത്ത് നിന്ന് തുടങ്ങിയല്ലോ, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒന്ന് ഇവിടെ നിന്ന് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട സാധനം എന്താ? ആദ്യം എല്ലും ആറും ഈക്വൽ ആണോ നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലും ആറും ഈക്വൽ ആണ്, എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇവൺ ശരിയാണ്, കറക്റ്റാണ്, നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ എല്ലിനെ നമുക്കൊന്ന് പ്ലസ് ചെയ്യണം, ആറിനെ ഒന്ന് മൈനസ് ചെയ്യണം. അതാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ L++ എന്ന് ഇടണം, R-, എന്ന് ഇടണം. ഓക്കെ, അതാണ് ഒരു കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്താ വരിക?
എൽ നോട്ട് ഈക്വൽ ടു ആർ രണ്ട് ഈക്വൽ അല്ലെങ്കിൽ എന്താ സിമ്പിൾ ആണ് റിട്ടേൺ ഫാൾസ് അത്രേ ഉള്ളൂ. ഓക്കെ, ആൻസർ ആയി. ഈ രണ്ടേ രണ്ട് കണ്ടീഷൻ ഉള്ളൂ. എന്നിട്ട് ഈ ലൂപ്പ് നമ്മൾ എത്ര വരെ കാണണം? എല്ലും ആറും ഒരു സ്ഥലത്ത് ഒരു മിഡിൽ പോയിന്റിൽ എത്തണം അല്ലേ, അതായത് എല്ല് ലെസ് ദാൻ ആർ ആവുന്ന വരെ നമുക്കിത് റൺ ചെയ്തുകൊണ്ട് കാണാം. ഇനിയിപ്പോ നടുക്കത്തെ ക്യാരക്ടർ നോക്കി, ഇപ്പൊ നടുക്ക് ഒരു ഒറ്റ ക്യാരക്ടർ ആക്കില്ല, നമ്മൾ എല്ല് ഇവിടെ എത്തി ആറ് ഇവിടെ എത്തി, ഈ ക്യാരക്ടർ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഒറ്റ ലിറ്ററലുള്ള എന്തായാലും സെയിം ആയിക്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ലോജിക്. ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനി കൂടുതൽ ഇത് കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി കോഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്ലീനിങ്ങിന്റെ ഏരിയ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചുതരാം. ക്ലീനിങ്ങിൻ്റെത് ഹാൻഡിൽ ചെയ്യാൻ ഒരു രണ്ട് മെത്തേഡ് ഉണ്ട്. അതിൽ രണ്ട് മെത്തേഡും കോഡ് ചെയ്യുമ്പോൾ കാണിച്ചുതരാം. ഓക്കെ, അപ്പം നമുക്ക് കോഡിങ്ങിലേക്ക് പോകാം. ലോജിക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക, കമന്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, അതുപോലെ കോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി നിങ്ങൾ പറയണം, അപ്പോൾ അത് ആലോചിക്കുക. ഓക്കെ, ഓക്കെ, കോഡ് ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ആദ്യം ക്ലീൻ അപ്പ് ചെയ്യാണ്ട് അല്ലേ, കാരണം നമുക്ക് ഇതിൽ പല സാധനം അപ്പോൾ ക്ലീൻ ചെയ്യാണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യണമെങ്കിൽ ഞാനൊരു നമ്മൾ പൈത്തണിൽ യൂഷ്വലി ഇപ്പോൾ ഒരു കോഡ് ചെയ്യാണ്, ഇപ്പോൾ വർക്കിലോ കാര്യത്തിൽ നമ്മൾ കോഡ് ചെയ്യാൻ ഇത് എങ്ങനെ ചെയ്യുന്നത് ആദ്യം കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഒരു ന്യൂ സ്ട്രിങ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ STR എന്നൊക്കെ എഴുതിയല്ലേ, അതുപോലെ ഒരു ന്യൂ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് ആദ്യം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഓരോ ക്യാരക്ടർ വൈസ് വേണം അല്ലേ. അപ്പം ഫോർ സി ഇൻ എസ്, അപ്പം ഓരോ ക്യാരക്ടർ നമുക്ക് തന്ന ക്യാരക്ടറൂടെ പോവാം. അവിടെ ആ ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണോ നോക്കണം. ആൽഫ ന്യൂമറിക് ആണെങ്കിൽ മാത്രം നമുക്ക് നോക്കിയാൽ മതി, അല്ലാതെ ഇപ്പം ഹൈഫണും സ്പേസും കുത്തും കോമയും പുള്ളിയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യണം അല്ലേ. അപ്പം സിമ്പിൾ ആണ്. പൈത്തണിൽ ഒരു ഇൻബിൽഡ് ഫംഗ്ഷൻ ഉണ്ട്, അതാണ് ഇസ് ആൽനം. അതായത് ഇത് ആൽഫ ന്യൂമറിക് ആണോ എന്ന് നോക്കുകയാണ് ചെയ്യുക. ആൽഫ ന്യൂമറിക് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അവനെ നമ്മൾ പുതിയ സ്ട്രിങ്ങിലേക്ക് ആഡ് ചെയ്താൽ മതി. പുതിയ സ്ട്രിങ്ങിലേക്ക് ആഡ് ചെയ്താൽ മാത്രം പോരാ, അതിനെന്ത് ചെയ്യണം, ലോവർ കേസിലേക്ക് ആക്കാം. അപ്പോൾ ലോവർ ആക്കാനും പൈത്തണിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, സി ഡോട്ട് ലോവർ ഡോട്ട് കോം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇത് കഴിഞ്ഞ ശേഷം നേരത്തെ പറഞ്ഞ റിട്ടേൺ ആ സ്ട്രിങ് റിട്ടേൺ ചെയ്യുക ഇസ് ഈക്വൽ ടു ന്യൂ STR. പക്ഷെ ഇത് റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യാൻ പൈത്തണിൽ എന്ത് ചെയ്യാം, നമ്മൾ പൈത്തണിൽ അങ്ങനെ ഒരു അരയൊക്കെ റിവേഴ്സ് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ടിങ് ഒന്നും കൊടുക്കണ്ട, എൻഡിങ് ഒന്നും കൊടുക്കണ്ട, പിന്നെ അതിന്റെ പ്രിന്റിംഗ് പാറ്റേൺ റിവേഴ്സ്, അതായത് -1 എന്ന് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കുക എന്താവുന്ന കണ്ടോ. കേസസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതിന്റെ മെമ്മറി 16.92 MB അല്ലെങ്കിൽ 77.45% ആണ്. റൺ ടൈം 11 millisecond. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ കോഡ് നമുക്ക് ഇന്റർവ്യൂവിൽ എഴുതാൻ പറ്റില്ല. ഈ കോഡ് നമുക്ക് ഇന്റർവ്യൂവിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇൻബിൽഡ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ബൈ ദ വേ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്താണെന്ന് എല്ലാവരും പറയാം. അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കമന്റ് ചെയ്യുക. ഇത് ഫസ്റ്റത്തെ ടൈം കോംപ്ലക്സിറ്റി ഇത് എന്താണെന്ന് പറയുന്നത് കമന്റ് ചെയ്താൽ മതി. ഇനി സെക്കൻഡ് സൊല്യൂഷൻ ചെയ്യാൻ പോകട്ടോ. അപ്പം ഈ സാധനം ഒഴിവാക്കുക. സെക്കൻഡ് സൊല്യൂഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പോയിന്റർ യൂസ് ചെയ്താൽ ചെയ്യുന്നത്. 2 പോയിന്റർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ അഗെയിൻ നമ്മൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യും. ഇപ്പം ഈ വന്ന ഈ സാധനം ക്ലീൻ ചെയ്യുന്നത് എന്ത് ചെയ്യും. അപ്പം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇസ് ആൽനം അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂസ് ചെയ്യാതെ നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുക. ക്ലീൻ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പം ആസ്കി എന്താന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതായത് എല്ലാ ക്യാരക്ടേഴ്സും കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു നമ്പറാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയുന്നത് 65 ആണ്, സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് ആസ്കി വാല്യൂവിൽ 97 ആണ്. ബേസിക്കലി ആസ്കി വാല്യൂ എന്ന് പറഞ്ഞാൽ 0 തൊട്ടിട്ട് 127 വരെ ഉണ്ട്. നമ്മളെ കീബോർഡിലുള്ള എല്ലാ ലെറ്റേഴ്സും ഇതിൽ ഓരോ നമ്പേഴ്സിനായിട്ട് മാപ്ഡ് ആയിക്കാരം. ഓക്കെ, 0. അപ്പൊ നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം ആസ്കിന്റെ ചാർട്ട്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ റെഡ് കളറിലുള്ള കേട്ടോ ക്യാരക്ടർ, ഇവിടെ CHR ക്യാരക്ടർ എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ ഡെസിമൽ നമ്പേഴ്സും. അപ്പം ഈ രണ്ട് കോളമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എ തുടങ്ങുന്നത് 65, അപ്പം സ്മോൾ എ തുടങ്ങുന്നുണ്ടോ 97ലാണ്. 97ലാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ അടുത്ത ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത 25 ക്യാരക്ടർ വരെ പോകും, 122 വരെ സെറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു വാല്യൂ ഓർത്താൽ മതി. ഓക്കെ, ഇത് എപ്പോഴും എല്ലാ സിസ്റ്റത്തിലുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ഒരു കണ്ടീഷൻ വെച്ച് നോക്കാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്യാരക്ടർ, അതായത് ഞാൻ ഇവിടെ ജസ്റ്റ് കണ്ടീഷൻ തന്നിരിക്കുന്ന ക്യാരക്ടർ എന്തായിരിക്കണം, ഈ ആസ്കി വാല്യൂ ഉണ്ടല്ലോ, ആസ്കി വാല്യൂന്റെ സെഡിന്റെ അടിയിലും ആയിരിക്കണം അല്ലെ. ഏത് സെഡ്, ക്യാപിറ്റൽ സെഡ് അല്ലെങ്കിൽ സ്മോൾ സെഡ് അല്ലെ, സ്മോൾ സെഡിന്റെ അടിയിലും ആയിരിക്കണം. അതുപോലെ തന്നെ ആസ്കി വാല്യൂ എൻ്റെക്കാളും വലുതോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഞാൻ അതും ഇവിടെ ഏതാണ്ട് എ അതിന്റെ വലുതോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണ്, ജസ്റ്റ് വലുത് മാത്രമല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമാണ് ഈ ക്യാരക്ടർ ഒരു ലെറ്റർ ആവുള്ളൂ അല്ലെ. അതുപോലെ തന്നെ നമുക്ക് വേറെ സാധനം കൂടി ഉണ്ട്, 0 to 9. അപ്പൊ അതും കൂടി ഇവിടെ ആഡ് ആണ്. 0 to 9ന്റെ നമ്പർ എന്താണ്, നമുക്ക് ഇവിടെ നോക്കിയാണ്. 0 to 9 48 ആണ്. 0 48ഉം 9 57. അപ്പം അതിന്റെ ഇടയിലുള്ള ഒരു ക്യാരക്ടറും കൂടി ആവണം. അപ്പൊ അതും ഇവിടെ എഴുതാം ഞാൻ. എന്നാൽ മാത്രമേ ഇത് നമ്മളെ ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ആവുള്ളൂ. അല്ലെങ്കിൽ എന്താ, മറ്റേ ബാക്കിയുള്ള സ്പേസോ അല്ലെങ്കിൽ ഹൈഫണോ അങ്ങനെയുള്ള ഓരോന്നായി മാറും. അപ്പൊ ഇതിനുള്ളിലാണ് ഈ ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോസസ് ചെയ്താൽ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ലോജിക്. നമ്മളിപ്പോൾ ഇന്റർവ്യൂവിലാണ് ഇത് കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലോജിക്കാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, അപ്പോൾ പൈത്തണിലെ ആസ്കി വാല്യൂ കണ്ടുപിടിക്കാൻ അഗെയിൻ ഒരു ഇൻബിൽഡ് ഫംഗ്ഷൻ ഉണ്ട്, ഓർഡിനൽ എന്ന് പറഞ്ഞത് ഒരു ഇപ്പോൾ ഓർഡിനൽ ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും,
എന്റെ നമ്പർ എത്ര? 97 അല്ല. അപ്പൊ ഇവിടെ 97 എന്നുള്ളത് പ്രിന്റ് ആവും. ഓക്കെ, ഉണ്ടോ? ഇവിടെ 97 എന്ന് പ്രിന്റ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് വർക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 പോയിന്റ് വേണം. 2 പോയിന്റർ നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നത്? ഒന്ന് നമ്മൾ 0 നിന്ന് തുടങ്ങും, മറ്റേത് ലെങ്ത് ഓഫ് ഏറ്റവും ലാസ്റ്റ് എലമെന്റ് അല്ലെ, -1. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, 2 പോയിന്ററായി തുടക്കത്തിൽ അവസാനം നമ്മൾ വെച്ച്, എന്നിട്ട് എത്ര വരെ പോകും? എല്ല് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിനേക്കാളും മീൻസ് ഈക്വൽ ആവുന്നവരെ നമ്മൾ പോകും അല്ലെ. പിന്നെ ലെഫ്റ്റ് നിന്നും വരും, മറ്റവൻ റൈറ്റ് നിന്നും വരും. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇനിയിപ്പം നമ്മൾ ബാക്ക് ടു ഇവിടെ വരാം. ഓക്കെ, ഇനിയിപ്പം ഇവിടെ സെയിം സാധനം നമുക്കുള്ള തന്നിരിക്കുന്നതിൽ ഇപ്പൊ കുറെ സ്പേസ് ഉണ്ട് വിചാരിക്കും. അപ്പം ഇങ്ങനെ റേസ് ഹൈഫൺ 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 എ ഹൈഫൺ ഈ ഇങ്ങോട്ട് ഇങ്ങനെ കുറെ സ്റ്റൈപ്പൻഡ് കുത്ത് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ സി പിന്നെ സ്പേസ് എ പിന്നെ എന്താ പറയാ 2_R ഇങ്ങനെ ഇട്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലെഫ്റ്റ് പോയിന്റർ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഇനിയിപ്പം കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ലെറ്റ്സ് ആറപ്പത്തിന് ആറിപ്പം ഇവിടെ എത്തിന്ന് വിചാരിക്കുക. ഇനി ഇതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഓരോ അൺവാണ്ടഡ് ക്യാരക്ടേഴ്സ് നമ്മൾ ലെഫ്റ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ ഇപ്പോൾ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ടാ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേക്കും. ഓക്കെ, അപ്പൊ ആ ലോജിക്കാണ് നമ്മൾ ഇനി ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് എപ്പോഴും നമ്മൾ ആഡ് ചെയ്യുക? ആസ് ലോങ് ആസ് ലെഫ്റ്റ് ഇപ്പോഴും റൈറ്റിനേക്കാളും ചെറുതായിരിക്കണം. ആൻഡ് എന്താ, ഇത് ഒരു ആൽഫ ന്യൂമറിക് ക്യാരക്ടർ അല്ല. ഓക്കെ, നമുക്ക് ഒരു ഫംഗ്ഷൻ ഏതാണ് കേട്ടോ ഇവിടെ ആൽഫാനും പറഞ്ഞിട്ടൊരു സാധനം. എന്നിട്ട് ഈ ക്യാരക്ടർ പെർട്ടിക്കുലർ ക്യാരക്ടർ S(L) അല്ല, അതായത് ഇത് വേറെ എന്തോ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? L-നെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യണം അല്ലേ. ഈ സെയിം സാധനം സെയിം ലോജിക്ക് ഇത് ഫംഗ്ഷൻ എഴുതാണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എഴുതി തരാം. അത് ക്ലീൻ അപ്പിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ല എങ്ങനെയാണ് നമ്മൾ ആസ്കി യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യേണ്ടതെന്ന്. ആ സെയിം ലോജിക്ക് തന്നെ. ഇനി അതേപോലെ തന്നെ ആസ് ലോങ് ആസ് റൈറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ L, ഇത് ഇങ്ങനെ എഴുതിയാലും മതി. L ഈസ് ആൻഡ് നോട്ട് ആൽഫ നം S(right). അപ്പൊ റൈറ്റത്തതും ഇതുപോലെ അൺവാണ്ടഡ് ക്യാരക്ടർ ആണെങ്കിൽ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൈനസ് ചെയ്തുകൊണ്ടേക്കും. ഓക്കെ, ഇതൊക്കെ കണ്ടിന്യൂസ് ആയി മൈനസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവ രണ്ടുപേരും ഈക്വൽ ആണോ എന്നും കൂടി നോക്കണം അല്ലേ. അപ്പം സിമ്പിൾ ലോവർ ആണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെ ചെക്ക് ചെയ്താൽ മതി, കഷ്ടപ്പെടണ്ട. നോട്ട് ഈക്വൽ ടു, അതായത് രണ്ടും ലോവർ കഴിഞ്ഞിട്ട് നോട്ട് ഈക്വൽ ടു SR ഡോട്ട് ലോവർ. ഓക്കെ, ഇത് രണ്ട് ഈക്വൽ അല്ലെങ്കിൽ എന്താ? ഇപ്പൊ വെറുതെ കഷ്ടപ്പെട്ട് നോക്കണ്ടല്ലോ. അയ്യോ, ഇഫ് ഏതാ മറന്ന്. ഈക്വലി നമ്മൾ കഷ്ടപ്പെട്ട് നോക്കണ്ട, റിട്ടേൺ ഫാൾസ്. ഓക്കെ, ഇനിയിപ്പോ ഇതൊന്നുമല്ല, ഇതൊക്കെ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ റിട്ടേൺ ഫംഗ്ഷന്റെ പുറത്ത് വരിക, റിട്ടേൺ ട്രൂ. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഒരു കാര്യം മിസ് ചെയ്തതെന്ന് വെച്ചാൽ ഇതൊക്കെ ട്രൂ ആണ്, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലും റൈറ്റും ലെഫ്റ്റും ഇൻക്രിമെന്റ് ചെയ്യണ്ടേ. L+=1 R-=1 എന്നും കൊടുക്കണ്ടേ. L=. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാനുണ്ട്. അപ്പൊ ബേസിക്കലി നമ്മൾ എന്തൊക്കെ നോക്കി? കണ്ടിന്യൂസ്ലി അൺവാണ്ടഡ് ക്യാരക്ടർ ഉണ്ടോ ലെഫ്റ്റിൽ, കണ്ടിന്യൂസ് അൺവാണ്ടഡ് ക്യാരക്ടർ ഉണ്ടോ റൈറ്റിൽ, ലെഫ്റ്റും റൈറ്റും എപ്പോഴെങ്കിലും മിസ്മാച്ച് ആവുന്നുണ്ടോ? അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ പാലിൻഡ്രോം അല്ല. ഇനി ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ ലെഫ്റ്റിനൊന്ന് മുന്നോട്ടേക്കും റൈറ്റിനൊന്ന് ബാക്കോട്ടേക്കും ആക്കിക്കോ എന്ന് പറയും. എന്നിട്ട് ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ റിട്ടേൺ ട്രൂ കൊടുക്കുക. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഈ സാധനം ആൽഫാനും എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഏതാണ്ട്, അപ്പം എന്തായാലും ഒരു ഫംഗ്ഷൻ ഉള്ളിൽ എഴുതുമ്പോൾ സെൽഫും കൂടി എഴുതണം. ഓക്കെ, നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഡിഫൈൻ സെൽഫ്, എന്നിട്ട് ഒരു ക്യാരക്ടറാണ് വരുന്നത്. ഓക്കെ, ഈ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ആണ്. നമ്മൾ എന്താ നേരത്തെ പറഞ്ഞത്? ആസ്കി ക്യാരക്ടർ ഇതിൻ്റെ ഉള്ളിലാണോ അല്ലയോ നോക്കണം അല്ലേ. അപ്പം ജസ്റ്റ് റിട്ടേൺ ആദ്യം എന്താ നോക്കണ്ടേ? എന്റെ ഓർഡിനലിന്റെ ORD എന്നുള്ള ഒരു ഷോർട്ട് ഫോം ആണ്. ഈ ORD ഞാൻ ഇങ്ങനെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 97 എന്നുള്ള വാല്യൂ കിട്ടും. മനസ്സിലായില്ലേ? അപ്പം നമ്മളിപ്പോ നോക്കേണ്ടത് എന്താ? നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ ഇതിന്റെ ഉള്ളിലാണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ക്യാരക്ടർ എന്താ? C. അതുപോലെ ഇതിന്റെ ഏറ്റവും അപ്പർ ബൗണ്ട് സ്മോൾ ലെറ്റർ Z. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. ഓർ ഒന്നെങ്കിൽ ഇതിന്റെ ഉള്ളിലായിരിക്കണം, അല്ലെങ്കിൽ എന്താ ക്യാപിറ്റൽ ലെറ്ററിന്റെ ഉള്ളിൽ അല്ലേ. അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്റെയും ക്യാപിറ്റൽ സെഡിന്റെ ഇടയിലാണോ എന്നുള്ളത് നോക്കുക. അതും അല്ലെങ്കിൽ ഓർ എന്താ നമ്മളെ നമ്പർ ഇല്ലേ 0ന്റെയും 1ന്റെയും ഇടയിലാണോ എന്നുള്ളത്. 0 1 ഇതൊക്കെ സ്ട്രിങ്ങിന്റെ ഉള്ളിൽ ഏതാണ് ക്യാരക്ടേഴ്സ് ആണത്. അപ്പം അതിന്റെ ഉള്ളിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൂ കൊടുക്കും. ഇതിനിടയിലല്ല എന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ ഫോൾസ് വരും. അതേക്കാരം നമുക്ക് ഇവിടെ വരിക. ഓക്കെ,
ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്തോ ഒരു കേസ് ഇവിടെ മിസ് ചെയ്തിട്ടുണ്ട്. AB2A എൻ്റെ ഔട്ട്പുട്ട് ട്രൂം ഇവിടെ ഫാൾസ് എന്നാണ്. എവിടെയാണ് ഇതിൽ മിസ്റ്റേക്ക് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഈ ടെസ്റ്റ് കേസ് ഫെയിൽ ആകാതെ ഞാൻ ഇവിടെ ഓർഡിനൽ ഓഫ് 1 എഴുതിയ 1 വരെ അല്ല 9 വരെയാണ് നമുക്ക് വേണ്ടിയത്. അതുകൊണ്ടാണ് റൺ ചെയ്യാം. ഇറ്റ് ഷുഡ് സബ്മിറ്റ്. സബ്മിറ്റ് ചെയ്തു, ടെസ്റ്റ് കേസ് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കാണാം, ഇതിൻ്റെ മെമ്മറി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഉണ്ടോ? ഞാൻ നേരത്തെ നമ്മൾ മെമ്മറി 77 ഇപ്പോൾ 88. അപ്പം ബേസിക്കലി ഈ കോഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഓഫ് 1 മെമ്മറിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ എക്സ്ട്രാ സ്പേസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നേരത്തെ നമ്മൾ ന്യൂ സ്ട്രിങ് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ സ്ട്രിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ രണ്ടെണ്ണത്തെയും ടൈം കോംപ്ലക്സിറ്റി എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ലീഡ് കോഡിൽ ഇങ്ങനെ ഇവിടെ അനലൈസ് കോംപ്ലക്സിറ്റി ഒന്ന് കറക്റ്റ് ഇത് പറഞ്ഞുതരും. പക്ഷെ നിങ്ങൾ അത് നോക്കാതെ നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ സൊല്യൂഷൻ്റെയും രണ്ടാമത്തെ സൊല്യൂഷൻ്റെയും ടൈം കോംപ്ലക്സിറ്റി എന്താ, സ്പേസ് കോംപ്ലക്സിറ്റി എന്താ. ഓക്കെ, സ്പേസ് കോംപ്ലക്സിറ്റി ഓൾറെഡി പറഞ്ഞു. നേരത്തേനും ഓഫ് N വന്നിട്ടുണ്ട്, ഈ പ്രാവശ്യത്തിന് ഓഫ് 1 ആണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.